ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മധുസൂദൻ സദാശിവൻ എന്നൊരാളെ രവിയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് രവിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ കേട്ടോ. അദ്ദേഹം രവിയുടെ തൊട്ടടുത്ത് ചേർന്നിരിക്കുകയും കാലുമേ കാലും കയറ്റി വെച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന കാല് പതുക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്ടോ. അത് നേരെ നമ്മുടെ രവിയുടെ ദേഹത്തേക്കാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. രവി പരമാവധി ഒഴിഞ്ഞു മാറുന്നതിനുണ്ട് കാലുകൾ മാറ്റി മാറ്റി പോകുന്നുണ്ടെങ്കിലും രവിയുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങി ഇരുന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് രവി ചുറ്റും പറ നോക്കുന്ന സമയത്താണ് മധുസൂദനെ കാണുന്നത് കേട്ടോ. മധുസൂദന്റെ നോട്ടവും ചിരിയെ കാണുമ്പോൾ തന്നെ രവിക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഇത് മധുസൂദനം പറഞ്ഞു വിട്ട ആളാണ് തന്റെ അടുത്ത് വന്നിരിക്കുന്നതെന്നും മനഃപൂർവ്വം തന്നെ ഉപദ്രവിക്കാനാണെന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി സച്ചിയെ തിരിഞ്ഞു നോക്കാണ്. കാരണം ഈ ഒരു വിവരം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ രവി ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അശോകൻ ഈ രവിയുടെ അടുത്ത് വന്നിരിക്കുന്ന ആള് രവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തന്നെ അശോകൻ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്ന സമയത്ത് രവി അശോകനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയാണ്, എടാ നീ ഒന്നും മിണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ ശരിയാവൂടാ, നിന്റെ ദേഹത്തേക്കല്ല അയാൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്, മാന്യമായ കാര്യമാണ് ഇയാൾ ചെയ്യുന്നത്, നീ മാറി മാറി നിന്നിട്ട് അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ അശോകൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കെല്ലാം അറിയാം, പക്ഷെ ഇതെല്ലാം തന്നെ മധുസൂദന്റെ കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും സച്ചി അറിയും. സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചടങ്ങിനിടയ്ക്ക് തന്നെ മധുസൂദനക്കെട്ടും മാത്രമല്ല എൻ്റെ അടുത്ത് വന്നിരുന്ന അയാളെക്കെട്ടുമായിട്ട് സച്ചി നല്ലത് തന്നെ കൊടുക്കുക തന്നെ ചെയ്യും. ഈ ഒരു ചടങ്ങ് കുളമാവുന്ന പ്രകാരം സച്ചിയുടെ മേൽ തന്നെ കുറ്റങ്ങളെല്ലാം തന്നെ വന്നു വീഴുമെന്നൊക്കെ ഇങ്ങനെ രവി പറയുമ്പോഴത്തേക്കും അശോകനും അത് ശരിയാണെന്ന് തന്നെ തോന്നുന്നു കേട്ടോ. അതിനുശേഷം അശോകനോട് രവി പറയുന്നത്, എന്തായാലും നമുക്കൊന്ന് മൈൻഡ് ചെയ്യേണ്ടത്, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അശോകനും കുട്ടിക്കൊണ്ട് വേറൊരു സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെയാണ്. ശ്രുതി ആകെ ടെൻഷനിലായിട്ട്, കാരണം ഈ ഒരു ചടങ്ങിന് അച്ഛൻ പങ്കെടുക്കണമെന്ന് നമ്മുടെ ചന്ദ്രൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ റെഡിയായി ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നീ എന്താ മീര ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുക, എനിക്ക് ആകെ പേടിയായിട്ട് മേല, ഞാൻ ആകെ ടെൻഷനിലാണ്, പണ്ടത്തെ പോലെ ഒന്നല്ല ചന്ദ്രൻ, ഏത് സമയത്ത് അച്ഛനെ കുറിച്ച് ചോദിക്കും, മാത്രമല്ല അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഭാമയും കുട്ടിക്കൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ചന്ദ്ര വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഇതുവരെ റെഡി ആയില്ലേ? ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു, വെറുതെ അല്ല, നീ ഇവളോട് വെറുതെ കത്തിയടിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ എന്നൊക്കെ മീരയോടായിട്ട് ചോദിക്കുന്ന സമയത്ത്, അതിന് ഞാൻ അവക്കടെ കൈയും കാലും കെട്ടിവെച്ചിരിക്കുകയല്ല, അവൾക്ക് വേണമെങ്കിൽ റെഡി ആവുമായിരുന്നല്ലോ എന്ന് മീര മറുപടി പറയുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര ശ്രുതിയോടായിട്ട് ചോദിക്കുന്നു, നീ എന്താ ശ്രുതി ഇതുവരെ റെഡി ആവാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആൻറ്റി അതിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നതാണ്, എനിക്കൊന്ന് സാരി എടുത്താൽ മാത്രം മതി, അതിപ്പോൾ തന്നെ ഞാൻ ചെയ്ത് തീർത്തോളാം എന്ന് ശ്രുതി മറുപടി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, വർഷയുടെ ചടങ്ങിനേക്കാൾ മുന്നേ നിർത്തുന്നത് നിങ്ങളുടെ ചടങ്ങാണ്, അതിന് മുന്നേ തന്നെ അച്ഛൻ എത്തുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അച്ഛൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ശ്രുതി ഒരു പരുങ്ങളോട് കൂടി തന്നെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുകയാണ്, ഇത് ചടങ്ങ് തുടങ്ങാറായി, ഇതിന് മുന്നേ തന്നെ വരേണ്ടതല്ലായിരുന്നു, അദ്ദേഹം കല്യാണത്തിന് വന്നില്ല, ഈ ഒരു ചടങ്ങിനെങ്കിലും കൃത്യമായി പങ്കെടുക്കേണ്ടതല്ലായിരുന്നോ, ഇങ്ങനെയാണ് ഒരു മോളോട് ചെയ്യേണ്ടതെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത്, ആദ്യം തിരക്കായതുകൊണ്ടാണ് അച്ഛൻ വരാതിരുന്നത്, ഭയങ്കര ബിസിനസ്സൊക്കെ ഉള്ള ആളല്ലേ എൻ്റെ അച്ഛൻ എന്നൊക്കെയാണ് ശ്രുതി പറയുമ്പോഴത്തേക്കും, എത്ര ബിസിനസ്സുള്ള ആളായാലും മകളുടെ ചടങ്ങിന് കുറച്ച് നേരത്തേക്ക് എത്താമായിരുന്നു എന്നും ഭാമ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്തോരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എപ്പോൾ ചോദിച്ചാലും അച്ഛൻ ബിസിനസ്സിലാണല്ലേ, അച്ഛൻ വൈകി വരികയുള്ളൂ എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, അച്ഛനെ ഒന്ന് വിളിക്കാൻ പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ട്. പരുങ്ങിയിട്ട് ശ്രുതി പറയും, അച്ഛനെ വിളിച്ചാൽ കിട്ടുമെന്നറിയില്ല ആൻറ്റി, എന്തായാലും ഞാൻ ആൻറ്റി പൊക്കോ, ഞാൻ ആൻറ്റി പോയി കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും, അതൊന്നും പറ്റില്ല, നീ ഇപ്പം തന്നെ വിളിക്കണം, ഇപ്പം തന്നെ എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ സംസാരിക്കണം, അദ്ദേഹം ഇവിടെ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ എന്നൊക്കെ ചന്ദ്ര ഉറപ്പിച്ച് തന്നെ പറയാം കേട്ടോ. ആകെപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അതിന് ശേഷം ഇവർക്ക് കോൾ ചെയ്യുന്ന പോലെ കാണിച്ചതിന് ശേഷം പറയുന്നുണ്ട്, കോൾ കണക്ട് ആവുന്നില്ല ആൻറ്റി, എന്തോ ഔട്ട് ഓഫ് നെറ്റ്വർക്കിലാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ ശ്രുതിയുടെ സംസാരവും അച്ഛൻ വൈകുന്നേരത്തേക്കുള്ള ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഭാമ പറയുന്നുണ്ട്, നീ ഇന്നലെ ചന്ദ്ര ഇത്രയും ദേഷ്യപ്പെടുന്നത്, അതിന് ഈ ലോക്കലിൽ നിന്നല്ലേ വരുന്നത്, അദ്ദേഹം മലേഷ്യയിൽ നിന്നല്ലേ വരുന്നത്, അതിൻ്റെ ചെറിയ താമസം ഉണ്ടാവും, മാത്രമല്ല ഫ്ലൈറ്റിനല്ലേ, ഫ്ലൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കൊന്നും ആയിരിക്കില്ല ലാൻഡ് ചെയ്യുന്നതൊക്കെ ചന്ദ്രയെ ഭാമ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് ഭാമ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടോ. ഈ ഒരു സമയത്ത് മീര ശ്രുതിയോടായിട്ട് പറയുന്നത്, നീ പറയുന്നത് നേരാ ശ്രുതി, നിന്നോടുള്ള പെരുമാറ്റത്തിൽ ആൻറ്റിക്ക് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമില്ല സംസാരം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞ, ചന്ദ്രാൻറ്റിക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ പറയുന്ന എല്ലാം കള്ളത്തരങ്ങളാണെന്ന് ചന്ദ്രാൻറ്റിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ശ്രുതി സങ്കടത്തോട് തന്നെ പറയുകയാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞ ആൾ വരുമല്ലോ, അയാളും കൂടെ വന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു ചടങ്ങിന് ശേഷം എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ചന്ദ്രാൻറ്റി ആയിരിക്കും എന്നൊക്കെയാണ് ശ്രുതി പറയുന്ന സമയത്ത്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കോട്ടർദാമോ അയാൾ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിന് വന്നിരിക്കുമെന്നൊക്കെ മീര പറയുമ്പോഴത്തേക്ക്, അയാൾ വരണം, അയാൾ വന്ന് സച്ചിക്ക് മദ്യം നൽകണം, മദ്യം കുടിച്ചു കഴിഞ്ഞാൽ സച്ചി പിന്നെ സച്ചി അല്ലാതാവും, അവൻ എന്തൊക്കെ ചെയ്യാന്ന് പിന്നീട് അവനെ തന്നെ ആലോചിക്കാൻ സാധിക്കില്ല, അതേ രീതിയിൽ അവന് കാട്ടിക്കൂട്ടും, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും, അവൻ തീർച്ചയായിട്ടും വരുമെന്ന് മീര പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഏതവൻ വരുമെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീരയും ശ്രുതി ഒന്നും ഞെട്ടാണ്ടോ. വേഗം തന്നെ മീര പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ
പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യമല്ല നീ അവൻ പറയുന്ന പോലെയല്ല എനിക്ക് തോന്നിയത് എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും മീര ഒന്നുകൂടി ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അവൻ എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ വരുമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രുതിയുടെ അച്ഛനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചടങ്ങിന് വരണ്ട, അവരെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് മീര തടി തപ്പുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി ചോദിക്കുന്നത്, ശ്രുതി എൻ്റെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ പെർഫ്യൂം നിന്റെ ബാഗിലല്ലാതെ അത് മേടിക്കാൻ ഞാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പെർഫ്യൂമൊക്കെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം ശ്രുതി വേഗം ചെല്ലേ, ഞാനത് റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക കേട്ടോ. അതിന് ശേഷം മീരയോടായിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, സച്ചിയും രേവതി അവിടെ ഇരിപ്പുണ്ടോ എന്ന് ആദ്യം പോയി തിരക്ക്, അവർ എവിടെ ഇരിക്കുന്നതെന്നും കൃത്യമായിട്ടുള്ള സച്ചിയുടെ സ്ഥാനം എന്താണെന്നും എല്ലാം തന്നെ നോക്കി വെക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മീര കൃത്യമായി തന്നെ സച്ചി എവിടെ ഇരിക്കുന്നതെന്നെല്ലാം തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി രേവതി പറഞ്ഞ പോലെ തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് തിരികെ വന്നതിന് ശേഷം മീര ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അവർ ഏറ്റവും ബാക്കിലെ നിരയിൽ ഇരിപ്പുണ്ട്, മാന്യമായ രീതിക്ക് ആരോട് സംസാരിക്കാത്ത രീതിക്കാണ് സച്ചി ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറഞ്ഞ പ്രകാരമായിരിക്കും അവൻ മിണ്ടാതിരിക്കുന്നത്. എന്തായാലും അവൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ, അയാളോട് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് ചടങ്ങിന് വരാൻ പറ എന്നൊക്കെ ശ്രുതി മീരയോടായിട്ട് പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ മഹിമയും സച്ചിയെ തന്നെയാണ് നോട്ടായിട്ടോണ്ട് നിൽക്കുന്നത്. കാരണം സച്ചിയിലൂടെ വേണമല്ലോ ചടങ്ങ് അലങ്കോലമാക്കുന്നതിന്. അപ്പോൾ ആകെ ടെൻഷനിൽ നിൽക്കാട്ടോ മഹിമ. ഈ ഒരു സമയത്ത് മധുസൂദൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നീ എന്താ എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചടങ്ങിന് വരാമെന്ന് പറഞ്ഞ ആൾ വന്നില്ല എന്ന് പറയുകയാണ്. അതിനെന്താ, ചടങ്ങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നീ അതിന് ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ മധുസൂദനും പറയുമ്പോഴത്തേക്കും, അതല്ല മധുവേട്ട, നമ്മുടെ സച്ചിനെ പ്രകോപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ വരാമെന്ന് ഞാൻ പറഞ്ഞില്ല, അയാൾ ഇതുവരെ വന്നില്ല, ചടങ്ങിന് മുന്നേ തന്നെ എത്തണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞാണെന്ന് എന്നൊക്കെ മഹിമ പറയുന്ന നേരത്ത് നീ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ മഹിമയെന്ന് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിമ പറയും, തീർച്ചയായിട്ടും നടക്കും മധുവേട്ട, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിളിച്ചിരിക്കുന്ന ആൾ അത്ര നിസ്സാരക്കാരനൊന്നുമില്ല, അയാൾ നല്ല രീതിയിൽ തന്നെ സച്ചിനെ പ്രകോപിപ്പിക്കും, ഈ ഒരു ചടങ്ങ് സച്ചിയായി തന്നെ കുളമാക്കും. ആ ഒരു സമയത്ത് ശ്രീകാന്തും ഇതിലേക്ക് ഇടപെടുകയും ചേട്ടനും അനിയനും തമ്മിൽ വഴക്കുണ്ടാവുകയും ഇരുവരും തമ്മിൽ പിടക്കുകയും പിന്നെ എന്നേക്കുമായിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യുമെന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും മധുസൂദനം പറയുന്നുണ്ട്, പ്ലാനിങ് ഒക്കെ നല്ലതാണ്, ഇത് വർക്കൗട്ട് ആയാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം നടക്കും മധുവേട്ടൻ, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുമെന്ന് മധുവേട്ടൻ അറിയാമല്ലോ എന്നൊക്കെയാണ് മഹിമ പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിനോട് സംസാരിക്കാനായിട്ട് രേവതി പല തവണകളായിട്ട് പറയുന്നുണ്ടെങ്കിലും സച്ചി ആംഗ്യ ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് സച്ചിയുടെ ഒരു പരിചയക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നതിന് ശേഷം സച്ചിനോട് എന്തൊക്കെയുണ്ട് വിശേഷം, നീ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും സച്ചി ആംഗ്യ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇയാൾ ചോദിക്കുന്നുണ്ട്, അല്ല മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട് എന്നാൽ ഇവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല ചേട്ടാ, ചേട്ടന് സുഖമായിട്ടിരിക്കുന്നു, ചേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു കണക്കിന് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ കേട്ടോ. അപ്പോൾ തന്നോട് മാത്രമല്ല സച്ചിക്ക് പരിചയമുള്ളവരോടും സച്ചി മിണ്ടുന്നില്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി വേഗം തന്നെ സച്ചി മിണ്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സച്ചിയുടെ കാലിലേക്ക് നല്ല കിള്ള് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരം കിള്ളിയിട്ട് സച്ചിക്ക് വേദന കടിച്ച് അമർത്തി പിടിച്ചിരിക്കുകയാണ്. രേവതിയുടെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് നോക്കും, തല തിരിച്ചു വെച്ചിട്ട് വേദന കാരണം കടിച്ച് അമർത്തി പിടിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ രേവതി പിച്ചിക്കൊണ്ടിരുന്ന ലാസ്റ്റ് രേവതി തന്നെ മടുക്കാണ്. രേവതി എന്നിട്ട് കൈ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേദന എടുത്തില്ല സച്ചി ഏട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിനൊന്ന് നോക്കുന്നുണ്ട് സച്ചി. പെട്ടെന്ന് തന്നെ രേവതിക്ക് സച്ചിയുടെ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് സച്ചിക്ക് നല്ല രീതിയിൽ തന്നെ വേദന എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കേട്ടോ. അതിനുശേഷം സച്ചി രേവതി പിച്ചെടുത്തേക്കായിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് സങ്കടം തോന്നുന്നു. കാരണം താൻ ഉപദ്രവിച്ചിട്ടാണല്ലോ സച്ചിന് ഇത്രയധികം വേദന എടുത്തത്. അങ്ങനെ നമ്മുടെ രേവതി തന്നെ സച്ചിയുടെ കൈ മാറ്റിയതിന് ശേഷം പിച്ചുകൊടുത്തായിട്ട് പതുക്കെ ഇങ്ങനെ തലോടി കൊടുക്കാട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി രേവതിയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. ഈ ഒരു സമയത്ത് രണ്ടുപേരും പരസ്പരം കണ്ണോടും കണ്ണും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വർഷ. ഒരുപാട് ആഭരണങ്ങളൊക്കെ കാരണം വർഷയ്ക്ക് ദേഷ്യം പറഞ്ഞിട്ട് ഇത്രയും ആഭരണങ്ങളുടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു ചടങ്ങിന് നിന്റെ മാത്രമല്ല നിന്റെ ഏട്ടത്തിയുടെ ചടങ്ങുമില്ലേ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആഭരണം ഇടുന്ന ആരാണ് അവരെയാണ് ആ കാര്യം ശ്രദ്ധിക്കുള്ളൂ എന്നാണ് നിന്റെ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇത്രയധികം ആഭരണങ്ങളൊക്കെ അണിയിച്ചിരുത്തിയിരിക്കുന്നതെന്നൊക്കെ വർഷയുടെ സുഹൃത്തുക്കളായിട്ട് പറയുകയാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, അല്ല നീ എല്ലാ കാര്യത്തിനും ഭയങ്കര ഫാസ്റ്റ് അല്ലേ, എന്നാ ഒരു കുഞ്ഞാവ് വരാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പെട്ടെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ആര് വരുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല എന്ന് നമ്മുടെ വർഷ ചമ്മലോട് കൂടി തന്നെ പറയുകയാണ്. സുഹൃത്തുക്കളാകട്ടെ നിനക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും റൂമിലാക്കിയതിന് ശേഷം പുറത്തേക്ക് പോകട്ടോ. ഈ ഒരു സമയത്ത് വർഷയെ നോക്കി ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ വളരെയധികം സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എനിക്ക് നേരത്തെ സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അല്ല നീ പണ്ട് സുന്ദരിയാണ്, പക്ഷെ സാരിയോ ആഭരണങ്ങളെ കൊടുത്തു വളരെയധികം സുന്ദരിയായി എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും സാരിയോ ആഭരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സുന്ദരികളാവോ, അങ്ങനെയൊന്നുമില്ല,
എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ആഭരണങ്ങളൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് വർഷയോട് പറയുന്നത് നിന്റെ തലയിൽ എന്തോ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വർഷ തലയിൽ ഇങ്ങനെ തട്ടിക്കളയാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയുകയാണ് അത് അവിടെ നിന്ന് പോയിട്ടില്ല, ഞാൻ കളയാമെന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം നെറുകയിൽ ഉമ്മ വെക്കാനായിട്ട് തുടങ്ങാട്ടെ. ഈ സമയത്ത് വർഷ പതുക്കെ ശ്രീകാന്തൻ തള്ളി മാറ്റിട്ട് പറയുന്നുണ്ട് അവൻ്റെ റൊമാൻസ് എന്ത് പറ്റി, സാധാരണ ഞാനാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, പുറത്തിറങ്ങിപ്പോയി നീ രണ്ടടി ഗ്യാപ്പ് ഇടാറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യയുടെ റൊമാൻസ് കാണിക്കുന്നതിന് എനിക്ക് അതിന് സമയം കാര്യം നോക്കേണ്ട കാര്യമുണ്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പെട്ടെന്ന് മഹിമ വരുന്ന സമയത്ത് ശ്രീകാന്തൻ ആകെ വെപ്രാളാവിടെ, അമ്മ എന്നെ ഇവിടെ കണ്ടത് എന്ത് വിചാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മേശക്കടിയിൽ ഒളിക്കാൻ പോകുന്നു, കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള ശ്രീകാന്തിന്റെ വെപ്രാളം കാണുമ്പോഴത്തേക്ക് വർഷ പറയുന്നത് നീ എന്തിനാ ഇത്ര അധികം വെപ്രാളപ്പെടുന്നത്, വരുന്നതിൻ്റെ അമ്മയല്ലേ, മാത്രമല്ല നീ എൻ്റെ ഭർത്താവല്ലേ, നീ ടെൻഷൻ അടിക്കാൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ പിടിച്ചു നിർത്തിയാണ്. മഹിമ കയറി വന്ന ഉടനെ തന്നെ മോനോട് ഉണ്ടായിരുന്നു, മോനോട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് വരികയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്താണെങ്കിൽ വിളിച്ച് അമ്മലോട് തന്നെ പറയുകയാണ് അല്ല എൻ്റെ ചീപ്പ് കാണാനില്ല, ഞാൻ വർഷയോട് അവരുടെ ബാഗിൽ ചീപ്പ് ഉണ്ടെന്ന് ചോദിക്കാൻ വന്നതാണ്, ഞാൻ എന്നാൽ പോട്ടെ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചമ്മലോട് കൂടി തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം മഹിമയുടെയായിട്ട് വർഷ പറയുന്നുണ്ട് അമ്മ എന്തിനമ്മ ഇത്ര ആവാൻ, എനിക്കിതൊന്നും പറ്റില്ല അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ ചടങ്ങ് നടക്കുന്ന നമ്മുടെ വീട്ടിൽ വെച്ചാണ്, അപ്പം നമ്മുടെ വിലയും നിലയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മോൾ ഇതുപോലെ ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കണം, അതുകൊണ്ട് ഇതേ അമ്മ ഓരോടും കൊണ്ടുവന്നിട്ട് ഇതും കൂടെ മോൾ നണി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ കഴുത്തിലേക്ക് ഒരു മാല അങ്ങോട്ട് അണിയിക്കാൻ തുടങ്ങുന്ന സമയത്ത് വർഷ ആദ്യം സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് മഹിമ പറയുന്നുണ്ട് നിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല, ഇതൊക്കെ നിന്റെ കല്യാണ സമയത്ത് 2 ആഭരണങ്ങളല്ലായിരുന്നു, അതിനൊരു അവസരം പോലും നീ തന്നില്ല എന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും മതി അമ്മ ഒന്നും പറയണ്ട, ഇനി അതേക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കുകയൊന്നും വേണ്ട, ആദ്യം എന്തായാലും ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ആ ഒരു ആഭരണം മേടിച്ച് കഴുത്തിലിട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.